56,000 പേര് മാത്രം താമസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഉത്തരാർദ്ധഗോളവുമായി ഏറ്റവും കൂടുതൽ ചേർന്ന് കിടക്കുന്ന പകുതിയും മുക്കാൽ ഭാഗത്തിലധികവും മഞ്ഞുപാളികളാൽ രൂപപ്പെട്ട ഒരു ദ്വീപ്. സ്വന്തമായിട്ടൊരു രാജ്യമല്ലാതെ ഡെൻമാർക്കിൻ്റെ കീഴിൽ സ്വയംഭരണ അവകാശമുള്ള ദ്വീപ്. അങ്ങനെയാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഐസ്ലൻഡ് എന്ന് പറയുന്ന തൊട്ടടുത്ത് കിടക്കുന്ന ദ്വീപിനേക്കാൾ മഞ്ഞ് നിറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഐസ്ലൻഡ് പച്ചപ്പ് നിറഞ്ഞതും ഗ്രീൻലാൻഡ് മഞ്ഞ് നിറഞ്ഞതും അല്ലെങ്കിൽ ഐസ് നിറഞ്ഞതാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ സവിശേഷമായി നമ്മൾ പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ കരുതിക്കൊള്ളുക, 21-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടടുക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതും ലോകരാജ്യങ്ങൾ മത്സരിക്കാൻ പോകുന്നതുമായ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നതെന്ന് മാത്രമല്ല, ഗ്രീൻലാൻഡ് ഇറ്റ്സെൽഫ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായി മാറാനുള്ള ഒരു പൊട്ടൻഷ്യലുള്ള ഭൂപ്രദേശം കൂടിയാണ്. ഒന്നല്ല രണ്ടല്ല 3ഓളം വലിയ സാധ്യതകളാണ് ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമുക്ക് അമേരിക്കൻ പ്രസിഡൻ്റായി ഇലക്ട് ചെയ്യപ്പെട്ട് അധികാരമേൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ 2019 പ്രസംഗങ്ങളുടെ ചില ഭാഗങ്ങൾ കേൾക്കണം. ഇത്തവണ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള പല പ്രയോഗങ്ങളും ശ്രദ്ധിക്കുക. അതിലൊന്നായിരുന്നു, കാനഡയ്ക്ക് വേണമെങ്കിൽ അമേരിക്കയുടെ മറ്റൊരു സ്റ്റേറ്റായിട്ട് ജോയിൻ ചെയ്യാം. 2, പനാമ കനാൽ നിരന്തരം അവരുടെ ഉടമ്പടികൾ ലംഘിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് പനാമ കനാലിൻ്റെ അവകാശം തിരിച്ചു പിടിക്കാനുള്ള അവകാശമുണ്ട്. 3, ഗ്രീൻലാൻഡിനെ ഞങ്ങളിപ്പോഴും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡെൻമാർക്ക് തയ്യാറാണെങ്കിൽ ഗ്രീൻലാൻഡ് ഞങ്ങൾ എടുത്തോളാം. ഇത് 2019 ശേഷം ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആവർത്തിച്ച ചില പ്രയോഗങ്ങളാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അമേരിക്കയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നൊരു കാര്യം മാത്രമല്ല, ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല. ഭൂമിയിൽ ഇതുവരെയും മനുഷ്യൻ തൊട്ടിട്ടില്ലാത്ത വലിയൊരു ഭൂപ്രദേശം, അല്ലെങ്കിൽ തൊടാൻ അസാധ്യമായ രീതിയിൽ മഞ്ഞ് മൂടിക്കിടന്ന വലിയൊരു ഭൂപ്രദേശം പതിയെ ലോകത്തിന് മുന്നിൽ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമായ കരപ്രദേശമൊന്നുമില്ലെങ്കിലും സീ റൂട്ടിലൂടെ ഏകദേശം ഏറെക്കുറെ സമ്പന്ന രാജ്യങ്ങളിലെത്താൻ സാധിക്കുന്ന ഒരു റൂട്ട് അവിടെ കിടക്കുകയാണ്. അത്തരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഉത്തരാർദ്ധഗോളത്തിലെ ഉത്തര ധ്രുവവുമായി ചേർന്ന് കിടക്കുന്ന ആ ഒരു പ്രദേശമാണ് ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട കണ്ണെത്തി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചില പ്രത്യേകതകൾ അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു വരുന്നതിന് മുമ്പ് നമ്മൾ കാണേണ്ടത്, സാധാരണ നമ്മൾ ലോക ഭൂപടം നോക്കുന്ന സമയത്ത് കാണുന്ന സീ റൂട്ടിനെ കുറിച്ചാണ്. ഇപ്പോൾ വൺ റോഡ് വൺ ബെൽറ്റ് പദ്ധതിയിലൂടെ ചൈന തൻ്റെ പഴയ സിൽക്ക് റൂട്ട് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും കടലിലൂടെയുള്ള ഈ ഒരു സിൽക്ക് പാത നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ പസഫിക് സമുദ്രത്തിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ് പനാമ കനാലിന് നേതൃത്വം കൊടുത്തിട്ട് അവിടെ ഒരു വിടവുണ്ടാക്കിയത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം അങ്ങനെയാണ് അവർക്ക് അതിലൂടെ സഞ്ചരിക്കാൻ എളുപ്പമുണ്ടാവുക. അതേസമയം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന ഒരു പാതയുണ്ടല്ലോ, അതിലേക്ക് തുറക്കുന്നത് ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സൂയസ് കനാലാണ്. ഈ 2 കനാലുകളും വളരെ കോംപ്ലക്സായ പ്രവർത്തനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും വലിയ തോതിലുള്ള ചാർജ് ഈടാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, കപ്പലിലൂടെയുള്ള സമയം അല്ലെങ്കിൽ മാരിടൈം ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഈ അടുത്ത കഴിഞ്ഞ 30 വർഷങ്ങളിലായി ലോകത്തിലെ ഏറ്റവും സമ്പന്നവും സാമ്പത്തികവുമായ രാജ്യമായി വളർന്നു വരുന്ന ചൈനയുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് തന്ത്രപ്രധാനമായൊരു റൂട്ടാണ് സത്യത്തിൽ ചൈനയുടെ ആ ഒരു ഷാങ്ഹായ് പ്രദേശത്ത് നിന്ന് വരുന്ന ആ ഒരു കപ്പൽ ചരക്കുകളൊക്കെ തന്നെ ആൻഡമാനും ഇന്തോനേഷ്യയ്ക്കും ഇടയിലൂടെയുള്ള വിടവിലൂടെ കടന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നീട് സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്കും പിന്നെ വേണമെങ്കിൽ അമേരിക്കയിലേക്കും പോകുന്ന ഒരു ട്രാവൽ പാത. ഇതിൽ തന്നെ പല വെല്ലുവിളികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീലങ്കയെ ഒരു താൽക്കാലിക പോർട്ടായി കണ്ടതിന് ശേഷം അവിടെ ചരക്കിറക്കാൻ ശ്രമിക്കുന്ന കാര്യവും സിംഗപ്പൂരിൽ ചരക്കിറക്കി പോകുന്ന കാര്യവുമൊക്കെ തന്നെ അത്തരം പ്രദേശങ്ങളെ ഏത് രീതിയിലാണ് സ്വാധീനിച്ചത് എന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നു പോകുന്ന ചരക്കുകളെ കൃത്യമായ രീതിയിൽ ഇറക്കിയതിന് ശേഷം ചെറു കപ്പലുകളിലാക്കാൻ സഹായിക്കുന്ന പോർട്ടുകൾക്ക് വളരെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള പുതിയ വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രവർത്തനം ഇന്ത്യയുടെ തന്നെ മുഖച്ഛായ മാറ്റും എന്ന് നമ്മൾ പറയുന്നത്. ഞാനിതെല്ലാം പറയാൻ കാരണം, ഏകദേശം 48ഓളം ദിവസം എടുക്കും ചൈനയിൽ നിന്നും വലിയൊരു ചരക്ക് യൂറോപ്പിലേക്ക് യാത്ര ചെയ്തു പോകാൻ. അത്രത്തോളം സുദീർഘമായ പാതയാണ് കടലിലൂടെ ഉള്ളത്. ഇനി റഷ്യയുടെ കാര്യമെടുത്താലും, റഷ്യ ഇത്രയും വലിയ രാജ്യമാണ്, അവർക്ക് നേരിട്ട് യൂറോപ്പിൽ ആക്സസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സത്യത്തിൽ ചൈനയിൽ നിന്നുള്ള ചരക്ക് മാത്രമല്ല, കടൽ വഴി റഷ്യയ്ക്കും ചില വെല്ലുവിളികളുണ്ട് എന്ന് കാണാം. നിങ്ങൾ ഈ ഒരു മാപ്പിലേക്ക് നോക്കുക. ഇത് സാധാരണ നമ്മൾ വേൾഡ് മാപ്പിൽ കാണുന്ന ഒരു രൂപമല്ല. പകരം ഭൂമിയെ നമ്മളൊരു ഗ്ലോബിൻ്റെ രൂപത്തിലേക്ക്, അതായത് എക്സാക്റ്റ് നമ്മുടെ ഭൂമിയുടെ ഭൂപ്രദേശങ്ങൾ എങ്ങനെയാണോ അതിനെ ഒരു ഗ്ലോബിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയതിന് ശേഷം മുകളിൽ നിന്ന് നോക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഏറ്റവും മുകളിൽ നിന്ന് ഉത്തരാർദ്ധഗോളത്തിലെ ഉത്തര ധ്രുവത്തിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ കരഭാഗമൊന്നും ഇല്ലെങ്കിലും വലിയ തോതിൽ മഞ്ഞ് മൂടി കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും.
അതുകൊണ്ട് തന്നെ റഷ്യയുടെ സൈബീരിയൻ പ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗവും മഞ്ഞാണ്, ഗ്രീൻലാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗവും മഞ്ഞാണ്. അതുപോലെ തന്നെ കാനഡയുടെ വടക്ക് ഭാഗവും അലാസ്കയുടെ വടക്ക് ഭാഗവും എല്ലാം മഞ്ഞാണ്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അതിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ റൂട്ട് മാപ്പ് നോക്കുക. ചൈനയുടെ ഷാങ്ഹായ് പ്രദേശത്ത് അല്ലെങ്കിൽ ബീജിംഗ് വരുന്ന സ്ഥലത്ത് നിന്ന് ഒരു ചരക്ക് സ്റ്റാർട്ട് ചെയ്താലും റഷ്യയുടെ സൈബീരിയൻ പ്രദേശത്ത് നിന്ന് ഒരു ചരക്ക് സ്റ്റാർട്ട് ചെയ്താലും അതിന് ഉത്തരാർദ്ധഗോളത്തിലെ ഉത്തരധ്രുവത്തിൻ്റെ ഭാഗത്തുകൂടി അല്ലെങ്കിൽ ഒരു നോർത്തേൺ പോൾ സീ റൂട്ട് വഴി യൂറോപ്പിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലുമൊക്കെ തന്നെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഈ ഒരു റൂട്ടിൻ്റെ പ്രാധാന്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്തത് നമ്മൾ 2 ഡയമെൻഷണൽ വേൾഡ് മാപ്പ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ ഗ്ലോബിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇവയെല്ലാം തന്നെ വളരെ അടുത്ത് കിടക്കുന്നൊരു കാര്യമാണ്. എന്നാൽ പ്രധാനമായിട്ടും ഇതിനെ തടയുന്നത് അവിടെയുള്ള മഞ്ഞാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടലിലൂടെ, അതായത് ഇന്ത്യൻ മഹാസമുദ്രവും പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും ഒക്കെ ക്രോസ് ചെയ്ത് പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ 48 ദിവസം കൊണ്ട് ചൈനയിൽ നിന്ന് പോകുന്ന ചരക്കിനെ വെറും 19 ദിവസം കൊണ്ട് യൂറോപ്പിലെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്ന സീ റൂട്ട് റഷ്യയുടെ അലാസ്കൻ മേഖലയ്ക്ക് മുകളിലൂടെ തുറന്നെടുക്കാൻ സാധിക്കും എന്നൊരു പ്രത്യേകതയുണ്ട്. ഇവിടെയാണ് മറ്റ് 2 സാധ്യതകൾ, ഗ്രീൻലാൻഡിൻ്റെ മറ്റ് 2 ആവശ്യകതകൾ അമേരിക്ക മുന്നിൽ കാണുന്നത്. റഷ്യ എന്തായാലും അലാസ്കൻ ഭാഗത്തു കൂടിയുള്ള സീ റൂട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള തുക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. മഞ്ഞ് കീറിമുറിക്കുന്ന വിവിധ ഇനം വലിയ ഐസ് ബ്രേക്കിംഗ് ഷിപ്പുകളും അതിൻ്റെ അകമ്പടി സേവിക്കുന്ന ചെറിയ ചെറിയ ബോട്ടുകളും ഉൾപ്പെടെ വലിയ സന്നാഹങ്ങളും ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭാഗത്തോട് ചേർന്ന് വലിയ വലിയ പോർട്ടുകളും അവിടേക്കുള്ള ഫൈബർ ഒപ്റ്റിക്കൽ നാവിഗേഷൻ സംവിധാനവും 10-18,000 ടൺ ഭാരം വരുന്ന ഉപകരണങ്ങളും ഒക്കെ തന്നെ ആൾറെഡി എത്തിച്ചു കഴിഞ്ഞതായി 1.5 വർഷം മുമ്പുള്ള പല പത്രക്കുറിപ്പുകളിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലും കാണാൻ സാധിക്കും. കാരണം അവർക്കറിയാം, ഇനി ഏതാനും വർഷങ്ങൾക്കകം ഉത്തരാർദ്ധഗോളത്തിൽ അറ്റ്ലീസ്റ്റ് വേനൽക്കാലത്തെങ്കിലും മുഴുവനായി മഞ്ഞുരുകും, അവിടെ കടൽ തുറന്നു വരും. അങ്ങനെയാണെങ്കിൽ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഉൽപ്പാദകരായ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളം വഴിയുള്ള പാതയായിരിക്കും. മറ്റു രാജ്യങ്ങളുടെ ഒരു തടസ്സവുമില്ലാതെ, ദീർഘമേറിയ കടൽപ്പാതകളില്ലാതെ നല്ല രീതിയിൽ കരയോട് ചേർന്ന് മഞ്ഞിനോട് ചേർന്നുകൊണ്ട് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പാത ഒരുങ്ങി കിട്ടിയാൽ അതല്ലാതെ മറ്റേതാണ് പല രാജ്യങ്ങളും തിരഞ്ഞെടുക്കുക. ഇതുതന്നെയാണ് റഷ്യ മാത്രമല്ല, ചൈന മാത്രമല്ല, യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ തന്നെ ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. കച്ചവടം വളരെ എളുപ്പത്തിലാക്കുക. ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഉത്തരാർദ്ധഗോളവുമായിട്ട് ചേർന്നാണ് കിടക്കുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ തുടങ്ങിയവ ഒഴിച്ച് ബാക്കി പ്രോമിനൻ്റായ എല്ലാ രാജ്യങ്ങൾക്കും ഉത്തരാർദ്ധഗോളത്തിലുള്ള കണ്ണ് അത്ര ചെറുതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, ഉത്തരാർദ്ധഗോളം അൺടാപ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ രീതിയിൽ കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു പ്രദേശമായതിന് കാരണം അത് തണുത്തുറഞ്ഞ ഒരു ഭാഗമായതുകൊണ്ടാണ്. എന്നാൽ ഗ്രീൻലാൻഡിൽ മഞ്ഞിനടിയിൽ മനുഷ്യരാരും തൊട്ടിട്ടില്ലാത്ത രീതിയിൽ കരപ്രദേശത്ത് ഒരുപാട് ധാതു നിക്ഷേപങ്ങളുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് കരയായ ഗ്രീൻലാൻഡിൽ മാത്രമല്ല, വലിയ കരപ്രദേശമില്ലാതെ മഞ്ഞുരുകി കഴിഞ്ഞാൽ കടലായി മാത്രം കിടക്കുന്ന ഉത്തരധ്രുവത്തിലുള്ള ആ ഒരു സീയിലും അതിൻ്റെ അടിഭാഗത്തും ഒരുപാട് രീതിയിലുള്ള എണ്ണ നിക്ഷേപവും നാച്ചുറൽ ഗ്യാസുകളും റെയർ എർത്ത് എലമെൻറ്റുകളും ഉണ്ട്. ഗ്രീൻലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് യുറേനിയം പോലും മൈൻ ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവ് അവർ ഈ അടുത്ത് ഇറക്കിയിരുന്നു. കാരണം അവർക്കറിയാം അവരുടെ കരപ്രദേശത്ത് എത്രമാത്രം നിക്ഷേപങ്ങൾ ഉണ്ട് എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് മറ്റ് രാജ്യങ്ങൾ നടത്തുന്ന പഠനങ്ങളുടെ റിപ്പോർട്ടുകളെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഡെൻമാർക്കിൻ്റെ കീഴിലല്ലാതെ, ഒരു സ്വയംഭരണം എന്നുള്ള പ്രവിശ്യയല്ലാതെ ഒരു രാജ്യമായി ഗ്രീൻലാൻഡ് നിലനിൽക്കുകയാണെങ്കിൽ അവർക്കിതെല്ലാം തന്നെ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും സാമ്പത്തികമായിട്ട് നിലനിൽക്കാനും സാധിക്കും. എന്നാൽ ഡെൻമാർക്ക് അത് വിട്ടുകൊടുക്കില്ല എന്ന് മാത്രമല്ല, ഗ്രീൻലാൻഡിനെ സമാധാനിപ്പിക്കാനായിട്ട് വൻതോതിലുള്ള സാമ്പത്തിക സബ്സിഡികൾ അവിടുത്തെ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡെൻമാർക്കിനെ നിലനിർത്തുന്നത് ഗ്രീൻലാൻഡിൻ്റെ റിസോഴ്സുകളാണ് എന്നുള്ളതാണ്. ഗ്രീൻലാൻഡിൻ്റെ മഞ്ഞ് ഉരുകി കഴിഞ്ഞാൽ അത് സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള എലമെൻറ്റുകളും ധാതുക്കളും പെട്രോളിയങ്ങളും മാത്രമല്ല, ഇലക്ട്രിക് കാർ ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള സാമ്പത്തികമായിട്ട് ഭാവിയിൽ പച്ച പിടിക്കുന്ന പല ഉൽപ്പന്നങ്ങൾക്കും വേണ്ടിയുള്ള പദാർത്ഥങ്ങളായി അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ കണ്ണ് അങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗ്രീൻലാൻഡും കാനഡയും ഒക്കെ തന്നെയാണ് ഭാവിയിലെ സാമ്പത്തിക ഇടനാഴികൾ എന്ന കാര്യത്തിൽ സംശയമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നത്. എല്ലാത്തിനെയും കച്ചവടത്തിൻ്റെ കണ്ണിലൂടെ കാണുകയും കാലാവസ്ഥാ വ്യതിയാനം മിഥ്യയാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിന് അത്തരം സാധ്യതകളിലൂടെ അമേരിക്കൻ മേൽക്കൈ നിലനിർത്തിയേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിരന്തരം കാനഡയ്ക്കെതിരെയും ഗ്രീൻലാൻഡിനെതിരെയുമുള്ള കൂട്ടിച്ചേർക്കൽ സാധ്യതകളെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സീ റൂട്ടും ധാതു നിക്ഷേപവും ഉള്ളൊരു പ്രദേശമാണ് ആർട്ടിക് പ്രദേശമെങ്കിൽ
അവിടെ കൃത്യമായിട്ട് ഒരു മിലിറ്ററി ഔട്ട് പോസ്റ്റുകൾ രാജ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാകും. അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡിൽ തുലെ എന്ന് പറയുന്ന രീതിയിൽ ഒരു ആർമി പോസ്റ്റ് ഉണ്ട്. അവിടെ അവർക്ക് ബേസ് തന്നെയായിട്ടത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഗ്രീൻലാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഭൗമ പഠനങ്ങളും മറ്റും നടത്തിയിട്ട് അന്തരീക്ഷത്തിലെ കാലാവസ്ഥാ വ്യതിയാനവും മറ്റ് പ്രതിഭാസങ്ങളും ആസ്ട്രോണമിക്കൽ സ്റ്റഡിയും ഉൾപ്പെടെ മിലിറ്ററി ആവശ്യങ്ങൾക്കല്ലാതെ പല കാര്യങ്ങൾക്കും ഗ്രീൻലാൻഡിനെ അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളും അങ്ങനെ നടത്താറുമുണ്ട്. എങ്കിലും റഷ്യ ഇതിൽ ചെലുത്തുന്ന വലിയൊരു സ്വാധീനമുണ്ടല്ലോ. കാര്യം റഷ്യയുടെ പ്രദേശത്തിൻ്റെ വലിയൊരു ഏരിയയാണ് സൈബീരിയൻ പ്രദേശം. അത് മുഴുവൻ ഉത്തരാർദ്ധഗോളത്തെ ചുറ്റി വലിഞ്ഞു കിടക്കുന്ന രീതിയിൽ നമുക്ക് ഈ മാപ്പ് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈന ഒരു വലിയ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഗ്രീൻലാൻഡിൽ നിക്ഷേപം നടത്താനുള്ള സാധ്യതകൾ ആരായുകയും പല മേഖലകളിലും വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിയുകയും ചെയ്തു. അതേസമയം റഷ്യ കൃത്യമായിട്ടുള്ള പോർട്ടുകൾ സ്ഥാപിച്ചുകൊണ്ട് ആർട്ടിക് സമുദ്രത്തിൻ്റെ ഭാഗത്തുകൂടി കപ്പലുകൾ പോകുമ്പോൾ അവരെ അനുഗമിക്കാനും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും ഇനിയിപ്പോൾ മഞ്ഞുണ്ടെങ്കിൽ അതിനെ തുളച്ചിട്ട് വരുന്ന കപ്പലുകൾക്ക് വഴികാട്ടി കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഒരിക്കലും അത് നോക്കിക്കൊണ്ട് നിൽക്കാൻ സാധിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് അലാസ്ക റഷ്യയിൽ നിന്ന് വാങ്ങിച്ചത് വളരെ വലിയൊരു മേൽക്കൈ അമേരിക്കയ്ക്ക് ഒരു തരത്തിൽ അവിടെ കൊടുക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ടുള്ള ഒരു മേൽക്കൈ അല്ല. അതിനേക്കാൾ കൂടിയ എന്തെങ്കിലും അമേരിക്കയ്ക്ക് ഉണ്ടെങ്കിലേ ഇപ്പോൾ റഷ്യ നേടുന്ന ഒരു അപ്രമാദിത്വത്തിന് മുകളിലുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യൽ അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും നടപ്പിലാക്കാൻ കഴിയൂ എന്ന് ഡൊണാൾഡ് ട്രംപിന് നന്നായിട്ടറിയാം. അമേരിക്കയും റഷ്യയും ചൈനയും മാത്രമല്ല, യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങളും ഈ ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുരുകലിനെ കുറിച്ച് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ആർട്ടിക് ട്രീറ്റി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഉടമ്പടി അവർ പാസ്സാക്കുകയും യൂറോപ്യൻ യൂണിയനകത്തുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ട രീതിയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ പഠന പദ്ധതിയൊക്കെ തന്നെ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള ഇടനാഴികളും നമ്മുടെ തുറമുഖങ്ങളും ഒക്കെ തന്നെ ഒരുപക്ഷെ ഒരു 10, 20, 30 വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്നുള്ളതിനേക്കാൾ 30% 50% ലെസ് ട്രാഫിക്കായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വലിയ തോതിലുള്ള ഇടിവ് ഉണ്ടാകും എന്നുള്ളതല്ല. കാരണം പല രാജ്യങ്ങളും ആർട്ടിക് സമുദ്രവുമായിട്ട് ചേർന്ന് കിടക്കുന്നില്ല. അങ്ങോട്ടുള്ള ട്രാഫിക്കെല്ലാം തന്നെ ഇന്ത്യൻ മഹാസമുദ്രവും സൂയസ് കനാലും വഴി നടക്കും. മാത്രമല്ല വരും വർഷങ്ങളിൽ ഇനിയും സമുദ്രത്തിലൂടെയുള്ള ചരക്ക് ഗതാഗതം കൂടുതലായി മാറും. പക്ഷേ പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ ആകെയുള്ള ചരക്കിൻ്റെ വലിയൊരു ശതമാനവും ആർട്ടിക്കൻ സമുദ്രത്തിൻ്റെ പ്രദേശത്ത് കൂടിയാകും എന്നാണ് പറഞ്ഞു വന്നത്. സ്വാഭാവികമായിട്ടും പനാമ കനാൽ വഴി പനാമ എന്ന് പറയുന്ന രാജ്യത്തിന് കിട്ടുന്ന ചുങ്കവും സൂയസ് കനാൽ വഴി ഈജിപ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭയാനകരമായിട്ടുള്ള ലാഭത്തിനും ഇടിവ് വരും എന്ന് മാത്രമല്ല, ഒരുപക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പോകുന്ന ചരക്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളുണ്ടാക്കിയ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആവശ്യകതയിലും ചെറിയൊരു കുറവുണ്ടാകാം. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ലാഭകരവും വെല്ലുവിളി കുറഞ്ഞതുമായ ഒരു സീ റൂട്ട് എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രം വഴി ചരക്ക് നീക്കുന്നതാണ്. അതിനല്പം വെല്ലുവിളി കൂടുതലാണെങ്കിൽ പോലും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഏത് സമയവും ഇന്ത്യക്ക് കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്യാനും വേണമെങ്കിൽ ഒരു യുദ്ധ സാഹചര്യത്തിൽ ചൈനയെ തടയാനും കഴിയുന്ന രീതിയിൽ ഒരു ലോക്ക് പോലെ കിടക്കുന്നതുകൊണ്ട് ഒരു ആൾട്ടർനേറ്റ് മാർഗം നോക്കുന്ന രാജ്യം കൂടിയാണ് ചൈന. സ്വാഭാവികമായിട്ടും ലോകത്തിൻ്റെ പല രാജ്യങ്ങളും ഇനിയും ഉയർന്നു വരും. അവിടെയും ചരക്കുകൾ നീക്കാനുണ്ടാകും. ആ ചരക്കിൻ്റെ 30% താഴെ മാത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിക് സമുദ്രത്തിൻ്റെ സീ റൂട്ടാണ് വളരെ വൈകാതെ തുറന്നു വരാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇതൊരു സാമ്പത്തികപരമായ കാര്യങ്ങളും മിലിറ്ററി പരമായ കാര്യങ്ങളും ധാതു നിക്ഷേപപരമായ കാര്യങ്ങളും മാത്രം സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് ആക്ച്വലി ഇതിനെല്ലാം കാരണം കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന നമ്മൾ കൂടി ഉണ്ടാക്കി വെച്ച വലിയ പ്രശ്നമാണ്. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു മിത്തല്ല, പകരം മഞ്ഞുരുകുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതില്ല എന്ന് ഈ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ടാണ് ലോകരാജ്യങ്ങൾ ആർട്ടിക് പ്രദേശത്തിലേക്ക് കണ്ണും നട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് സത്യത്തിൽ മഞ്ഞുരുകുക എന്ന് പറയുന്നത് ഒരു ആവശ്യം പോലെയാണ് തോന്നുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ കരപ്രദേശം ഉണ്ടെങ്കിലും അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരുടെ സൈബീരിയൻ ഏരിയ ഫുള്ള് മഞ്ഞ. അതുകൊണ്ട് തന്നെ കിലോമീറ്റർ കണക്കിന് കട്ടിയുള്ള ഈ മഞ്ഞ് ഉരുകിപ്പോയാൽ മാത്രമേ അവർക്ക് അവരുടെ മാക്സിമം റിസോഴ്സുകൾ എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റൂ. അത്രത്തോളം നിക്ഷേപങ്ങൾ റഷ്യയുടെ പല ഭാഗത്തായിട്ട് മനുഷ്യൻ താമസിക്കാത്ത പ്രദേശങ്ങളിലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അലാസ്കൻ പ്രദേശത്തെ മഞ്ഞുരുകുന്നത് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നതിന് അമേരിക്കയെ സഹായിക്കുകയും ചെയ്യും. കാലക്രമേണ കാനഡയുടെ കാര്യവും ഗ്രീൻലാൻഡിൻ്റെ കാര്യവും ഒക്കെ തന്നെ ഈ രീതിയിലാണ് പോകുന്നത്. പക്ഷേ വെല്ലുവിളി നേരിടുന്നത് കൂടുതൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് കിടക്കുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളാണ്. അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവയൊക്കെ തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ചൂടറിയും. അതായത് നിലവിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു മിതശീതോഷ്ണ മേഖലയുണ്ടല്ലോ, മീൻസ് നമുക്ക് ചൂടുണ്ട്, പക്ഷേ എങ്കിലും നമുക്കൊരു ഒപ്റ്റിമം ചൂടേ
അവിടെ വർഷത്തിൽ കൂടുതൽ സമയമുള്ളൂ. ഈ ഒരു അവസ്ഥയിലേക്ക് പതിയെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ മാറാൻ തുടങ്ങും. അവിടെ പൊതുവെ കൂടുതൽ തണുപ്പാണല്ലോ. അത് മാറിയിട്ട് കുറച്ചുകൂടി ഉഷ്ണമേഖല പ്രദേശങ്ങളായി മാറുമ്പോൾ അവിടെ ജീവിക്കാൻ കൂടുതൽ എളുപ്പവും മാസത്തിൽ കൂടുതൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളും കുറയും എന്നുള്ളതുകൊണ്ട് അവർ അതിനെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്തെ പോലെയുള്ള പ്രദേശങ്ങൾ കൂടുതൽ കഷ്ടപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ചൈനയും നന്നായിട്ട് ഉഷ്ണമേഖലാ പ്രദേശമായി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവർക്ക് നല്ല രീതിയിലുള്ള ഏരിയ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമ്പന്ന രാജ്യങ്ങളൊക്കെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഇല്ലാതാക്കാൻ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? കാലാവസ്ഥാ വ്യതിയാനം യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനെതിരെ എത്രമാത്രം അവർക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന കാര്യം ചോദ്യം ചെയ്യുന്നതാണ് ഗ്രീൻലൻഡിനും ആർട്ടിക് പ്രദേശത്തെ ആധിപത്യത്തിനു വേണ്ടി ഒരേ സമയം വാദിക്കുകയും നീക്കം നടത്തുകയും അതേസമയം കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഭൂമിയുടെ താപനില ഇനിയും കുറയ്ക്കുമെന്നുള്ള കപട അവകാശവാദം. ഞാനൊരു കോൺസ്പിറസി തിയറി ഒന്നും ഉണ്ടാക്കിയതല്ല. പക്ഷേ ഒരു പൊട്ടൻഷ്യൽ ഇഷ്യൂവിനെ എങ്ങനെ ബെനിഫിറ്റാക്കി മാറ്റാം എന്ന് നോക്കുക തന്നെയാണ് വലിയ രാജ്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൃത്യമായ ഇടപെടലുകളിലൂടെ ഇതിനെ എല്ലാത്തിനെയും സുസ്ഥിരമായി നിലനിർത്താൻ കഴിയുന്ന ഒരു ലോകക്രമം ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയെ നമുക്ക് എല്ലാ കാലവും ഇതുപോലെ കാണാനും ആസ്വദിക്കാനും ഇവിടെ സുഖമായി നമുക്ക് ജീവിക്കാനും സാധിക്കൂ.